ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിൽ ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോഴേ മക്കൾ പറയാറുണ്ടോ, ഓ എന്തൊരു സ്പൈസി അമ്മ, എനിക്കിത് വേണ്ടാന്ന്. പക്ഷെ അത് വെളിയിൽ പോയിട്ട് KFC കഴിക്കുമ്പോഴോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റം നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോഴോ അവർക്ക് സ്പൈസിയേ അല്ല, അവർക്ക് നല്ല ഇഷ്ടമാണ്. ഇനി അഥവാ സ്പൈസി ആണെങ്കിൽ തന്നെ അവർ ഒത്തിരി വെള്ളം കുടിച്ചാണെങ്കിലും സംഭവം കഴിച്ചിരിക്കും. പക്ഷെ വീട്ടിലെ ചിക്കൻ കഴിക്കാൻ ഒരു താല്പര്യവുമില്ല. അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? എൻ്റെ വീട്ടിലുണ്ട്. ഈ രണ്ട് പേരും, കല്യാണിക്കുട്ടിയും രിച്ചേട്ടനുമായിട്ട് വീട്ടിലെ ചിക്കൻ ഇഷ്ടമല്ല. പക്ഷെ പുറത്ത് പോയി ഏത് വെറൈറ്റി ചിക്കൻ കഴിച്ചാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ലാട്ടോ, അവർ കഴിച്ചില്ല. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാൻ തീരുമാനിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ സിമ്പിളാണ്, നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണേ. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അതിനായി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് തൈര്, എന്നിട്ട് നന്നായി അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ. ഈ അരപ്പിലോട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ എടുത്തിട്ട് നന്നായി ചേർത്ത് പിടിപ്പിക്കണം. എന്നിട്ട് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഈ 1 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒത്തിരി കറിവേപ്പില ഇടണം. ഒത്തിരി കറിവേപ്പില ഇടുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ മണം ചിക്കനിലോട്ട് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേണം വേവിക്കാൻ. തീ കൂട്ടി വേവിച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന് ഒത്തിരി സ്പൈസി കാണത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇച്ചിരി സമയം എടുത്താലും നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുവാണെങ്കിൽ നമ്മൾക്ക് കഷ്ടപ്പെടാൻ ഇഷ്ടമല്ലേ. പിള്ളേർക്ക് വേണ്ടി നമുക്ക് കഷ്ടപ്പെടാമല്ലോ. എൻ്റെ മോന് നല്ല ഇഷ്ടമായി, മോൾക്കും ഇഷ്ടമായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കണും കൂടി അമർത്തണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ടാറ്റാ, ബൈ.